ഡോക്ടർമാർക്ക് സാമൂഹിക മാധ്യമങ്ങളിൽ വിലക്ക് ഏർപ്പെടുത്തിയ ആരോഗ്യവകുപ്പിന്റെ സർക്കുലർ പിൻവലിച്ചു. ആരോഗ്യവകുപ്പ് നീക്കത്തിനെതിരെ ഡോക്ടർമാരുടെ സംഘടനകൾ രംഗത്തെത്തിയിരുന്നു. സുനിഷ അയ്യലൂർ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. സുനിഷ, യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിനും ഒപ്പം തന്നെ ഈ പോസ്റ്റുകൾ ഇടുന്നതിനുമുള്ള ഒരു വിലക്കായിരുന്നു കഴിഞ്ഞ ദിവസം വന്നത്. ഇതിപ്പോൾ പ്രതിഷേധം കടുക്കുകയും ചെയ്തിരുന്നു. അതിന്റെ പിന്നാലെയാണോ ഈ തീരുമാനം വന്നിരിക്കുന്നത്? തീർച്ചയായിട്ടും കടുത്ത പ്രതിഷേധങ്ങൾക്ക് പിന്നാലെ ഈ ഉത്തരവിന് പിന്നാലെ തന്നെ ആരോഗ്യവകുപ്പ് നീക്കത്തിനെതിരെ ഡോക്ടർമാരുടെ സംഘടനകൾ വലിയ രീതിയിലുള്ള എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു. ശക്തമായി മുന്നോട്ട് വന്നതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ ഉത്തരവ് പിൻവലിച്ചുകൊണ്ട് ഒരു നിർദ്ദേശം വന്നിരിക്കുന്നത്. അതായത് ആരോഗ്യവകുപ്പിലെ ജീവനക്കാർക്ക് സാമൂഹിക മാധ്യമങ്ങളിൽ പോസ്റ്റുകൾ ഇടുന്നതിനും ചാനൽ തുടങ്ങുന്നതിനും വിലക്ക് ഏർപ്പെടുത്തിയിട്ടുള്ള പരാമർശം ഭരണപരമായ കാരണങ്ങളാൽ മുൻകാല പ്രാബല്യത്തോടെ റദ്ദ് ചെയ്ത് ഉത്തരവ് പുറപ്പെടുവിക്കുന്നു എന്നതാണ് ആരോഗ്യവകുപ്പ് ഡയറക്ടർ ഇപ്പോൾ അറിയിച്ചത്. നേരത്തെ തന്നെ ഇത് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ഇടുന്നതിനും ചാനൽ തുടങ്ങുന്നതിനും അടക്കം വിലക്ക് ഏർപ്പെടുത്തിക്കൊണ്ട് കഴിഞ്ഞ 13-ാം തീയതിയായിരുന്നു ഇത്തരത്തിൽ ആരോഗ്യവകുപ്പ് ഡയറക്ടർ ഉത്തരവിറക്കിയിരുന്നത്. പെരുമാറ്റച്ചട്ടങ്ങൾക്ക് വിധേയമാകാതെയും ഈ ഔദ്യോഗിക കൃത്യനിർവഹണത്തിന് തടസ്സം സൃഷ്ടിക്കാതെയും സാമൂഹിക മാധ്യമങ്ങളിൽ പോസ്റ്റ് ഇടുന്നതിന് ആവശ്യപ്പെട്ട്, അതായത് യൂട്യൂബ് ചാനലുകൾ അടക്കം തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട് ചില അപേക്ഷകൾ ലഭിച്ചിരുന്നു. ഈ അപേക്ഷകൾ അടക്കം വന്നതിന് പിന്നാലെയാണ് ആരോഗ്യവകുപ്പ് നേരത്തെ ഇത്തരത്തിലൊരു സർക്കുലർ ഇറക്കിയിരുന്നത്. ജീവനക്കാർക്ക് ഇങ്ങനെ ഏതെങ്കിലും തരത്തിൽ യൂട്യൂബിലോ മറ്റിടങ്ങളിലോ ചാനൽ തുടങ്ങുന്നതിനോ അല്ലെങ്കിൽ പോസ്റ്റ് ഇടുന്നതിനോ അനുമതി നൽകുകയാണെങ്കിൽ അത് ചട്ടലംഘനം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് എന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു അന്ന് ഇങ്ങനെ ഒരു സർക്കുലർ ഇറക്കുകയും ചെയ്തത്. പിന്നാലെയാണ് ഈ യൂട്യൂബ്, ഇൻസ്റ്റഗ്രാം പോലെയുള്ള ഇടങ്ങളിൽ ചാനൽ തുടങ്ങുകയാണെങ്കിൽ അത് പരസ്യ വരുമാനം ഉൾപ്പെടെയുള്ള സാമൂഹിക നേട്ടങ്ങൾ ലഭിക്കാൻ ഇടയാക്കും. അങ്ങനെയാണെങ്കിൽ അത് സർക്കാർ ജീവനക്കാരുടെ പെരുമാറ്റച്ചട്ടങ്ങളിലെ വ്യവസ്ഥയ്ക്ക് വിരുദ്ധമാണ്. അതുകൊണ്ട് തന്നെ അത് പാടില്ല എന്നതായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന സർക്കുലറിൽ. പക്ഷേ അതിനെതിരെ വ്യാപകമായ പ്രതിഷേധം ഉയർന്നിരുന്നു. പിന്നാലെയാണ് ഇപ്പോൾ ഈ സർക്കുലർ പിൻവലിച്ചുകൊണ്ടുള്ള ഒരു ഉത്തരവ് നിലവിലിറക്കിയിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ ഡോക്ടർമാർക്ക് ഏർപ്പെടുത്തിയിരുന്ന വിലക്ക് സർക്കുലർ പിൻവലിച്ചിരിക്കുകയാണ്. വിശദാംശങ്ങളാണ് സുനിഷ അയ്യലൂർ നൽകിയത്.